നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സെറ്റ്സ് എന്താണെന്നായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ കുറച്ച് സബ്സെറ്റ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ സെറ്റിൻ്റെ കുറച്ച് സബ്സെറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒത്തിരി സബ്സെറ്റ്സ് നമുക്ക് റിയൽ നമ്പേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന കുറച്ച് സബ്സെറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഈ എൻ എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ എൻ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ആ സെറ്റിൽ ആരൊക്കെ വരും? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ 1 മുതൽ 1, 2, 3 എക്സെട്ര ആ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു സീറോയും നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരുമ്പോൾ ആ കിട്ടുന്ന സെറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിരുന്നു ഇസെറ്റ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇസെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെ വരും? നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ കൂടെ സീറോ, ഒപ്പം ഇവരുടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരും. അപ്പോൾ ആ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് പഠിച്ചു. അതിനെ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? അത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്തായിരുന്നു റാഷണൽ നമ്പർ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ്. വെർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസും ആരാണ്? റാഷണൽ നമ്പേഴ്സാണ് അല്ലേ? നമുക്ക് നെഗറ്റീവ് 1 എങ്ങനെ എഴുതാം? പി ബൈ ക്യൂ ഫോമിൽ എഴുതാമെന്ന് പറയുമ്പോൾ നെഗറ്റീവ് 1 1/1 എന്ന് എഴുതാം, 0/1 എഴുതാം, 1 1/1 എന്ന് എഴുതാം. അങ്ങനെ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസും ആരാണ്? റാഷണൽ നമ്പേഴ്സാണ്. അതുകൂടാതെ ഇനി ആരെങ്കിലും റാഷണൽ നമ്പേഴ്സായിട്ട് വരുമോ? ഇൻറ്റീജേഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എക്സ്ട്രാ കുറച്ച് എലമെൻറ്റ്സ് കൂടി അതിന് വരുന്നത് കൊണ്ടാണ് നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻറ്റീജേഴ്സിൽ വരാത്ത ഒരു റാഷണൽ നമ്പർ ആരാണ്? ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, അതൊക്കെ ആരായിട്ട് വരും? റാഷണൽ നമ്പേഴ്സായിട്ട് വരും. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന് എടുത്ത് പറയുമ്പോൾ റാഷണൽ അല്ലാത്ത നമ്പേഴ്സും വരുമല്ലോ. അവരെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഇവിടെ ടി എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറാഷണൽ നമ്പേഴ്സിനെയാണ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ √2 നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റിയാൽ അവിടെ റാഷണൽ നമ്പർ ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ എഴുതിയാൽ ഇത് രണ്ടും ഇൻറ്റീജർ ആകുമോ? 1 ഇൻറ്റീജർ ആണ്, പക്ഷേ √2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അല്ല. അപ്പോൾ √2, അതുപോലെ √5, √7 ഇവരൊക്കെ ആരാണ്? പൈ, ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ √25 ഇറാഷണൽ ആണോ? അല്ല. √25 നമുക്ക് 5 എന്ന് എഴുതാം, അതായത് 5/1 എഴുതാം. അപ്പോൾ √25 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്, ഇത് റാഷണൽ നമ്പർ അല്ല. ഓക്കെ. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ സെറ്റിനെ നമ്മൾ R എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ ആരൊക്കെ വരും? നമ്മൾ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം ആരായിരിക്കും? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. നാച്ചുറൽ നമ്പർ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ്. അതുപോലെ ഇൻറ്റീജർ ഇസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതുപോലെ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ. അപ്പോൾ അതിന് നമുക്കൊന്നുകൂടി ഇങ്ങനെ എഴുതാമല്ലോ. നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആരാണ്? ഇൻറ്റീജേഴ്സ് ആണ്. നാച്ചുറൽ നമ്പർ ഇപ്പോൾ നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതെല്ലാം എവിടെ ഉണ്ടാവും? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിലും ഉണ്ടാവും. ഇപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്.
അതുപോലെ എല്ലാ ഇൻറ്റീജേഴ്സും എവിടെ വരും? റാഷണൽ നമ്പേഴ്സിൽ വരും. അപ്പോൾ ഇൻറ്റീജേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. എല്ലാ റാഷണൽ നമ്പേഴ്സും എവിടെ വരും? റിയൽ നമ്പേഴ്സിൽ വരും. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. അതുപോലെ ഈ റാഷണൽ നമ്പേഴ്സും എവിടെ ഉള്ളതാണ്? റിയൽ നമ്പേഴ്സിലുള്ളതാണ്. അപ്പോൾ ഈ റാഷണൽ നമ്പറും റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റായിട്ട് വരും. ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഉൾപ്പെടുന്ന സെറ്റാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇറാഷണൽ നമ്പറും റാഷണൽ നമ്പറും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ പറയാൻ പറ്റുമോ? സബ്സെറ്റാണ്, സൂപ്പർ സെറ്റാണ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പർ ആവില്ല. അതുപോലെ ഒരു ഇറാഷണൽ നമ്പറും റാഷണൽ നമ്പറും ആവില്ല. അപ്പോൾ ക്യൂ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് റിയൽ നമ്പേഴ്സിൻ്റെ കുറച്ച് സബ്സെറ്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ പഠിച്ച സബ്സെറ്റ്സ് ആരൊക്കെയായിരുന്നു? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇവരെല്ലാവരും റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ വേറൊരു സബ്സെറ്റിനെ കാണാൻ പോവാണ്. അവരെയാണ് നാം ഇൻ്റർവെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓപ്പൺ ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്? അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കാണിച്ചു തരാം. ഞാൻ 2 റിയൽ നമ്പേഴ്സിനെ എടുത്തു. എ ബി എന്ന് പറയുന്ന 2 എലമെൻസിനെ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് എടുത്തു. വേറെ എ ലെസ് ദാൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓപ്പൺ ഇൻ്റർവെലിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ വൈ എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. എന്ന് വെച്ചാൽ എന്താ? എയ്ക്കും ബിക്കും, എയും ബിയും ആരായിരുന്നു? റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ 2 റിയൽ നമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 2 റിയൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും, എല്ലാ വൈകളെയും, ആ വൈ ആരായിരുന്നു? റിയൽ നമ്പറാണ്. എല്ലാ വൈകളും വരുന്ന ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ കാണിക്കാനായിട്ട് ഈ ഒരു ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വായിക്കും ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് വായിക്കും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എയ്ക്കും ബിക്കും ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും. ഇനി ഞാൻ നിങ്ങൾക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ 2, 4 എന്ന് വെച്ചാൽ അതിൽ ആരൊക്കെ വരും? ഞാനൊരു റിയൽ ലൈൻ വരയ്ക്കുവാണ്. റിയൽ ലൈനിൽ ഇവിടെ 0, ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് 3, 4, അടുത്തോട്ട് നെഗറ്റീവ് നമ്പേഴ്സും വരച്ചു. ഓക്കെ, ഇതാണ് റിയൽ നമ്പേഴ്സ്, റിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ എഴുതിയേക്കുന്ന ഓപ്പൺ ഇൻ്റർവെൽ ഏതാണ്? 2 മുതൽ 4 വരെയുള്ള എലമെൻറ്റ്സ്, അതായത് 2 എന്ന് പറയുന്ന നമ്പറിനും 4 എന്ന് പറയുന്ന നമ്പറിനും ഇടയ്ക്ക് വരുന്ന എല്ലാ എലമെൻറ്റ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റാണ് ഈ ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ഇതിൽ 2ഉം 4ഉം ആ സെറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ഡെഫിനിഷൻ നോക്കുക. എയ്ക്കും ബിക്കും ഇടയിൽ വരുന്ന റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പറിനും 4 എന്ന് പറയുന്ന നമ്പറിനും ഇടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും. ഇടയ്ക്ക് വരുന്ന റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 3 മാത്രമാണോ ഉള്ളത്? അല്ല, 3 എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന 2, 4 അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇൻറ്റീജറാണ് 3 എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി നമ്പർ ഉണ്ട്. 2 കഴിഞ്ഞാൽ 2.1, 2.111, 2.01, 2.001, 2.5, 2.9999 അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഈ 2നും 4നും ഇടയ്ക്കായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഓപ്പൺ ഇൻ്റർവെൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2നും 4നും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ഡാർക്കൻ ചെയ്യിക്കാതെ ബ്ലാങ്ക് ആയിട്ട് ഒരു സർക്കിൾ വരച്ച് കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം ആ പോയിൻറ്റ്സ്, എൻ പോയിൻറ്റ്സ്, ഇതിൻ്റെ എൻ പോയിൻറ്റ്സ് 2ഉം 4ഉം ആണ്. ആ 2 പോയിൻറ്റ്സും ആ സെറ്റിൽ, ആ ഇൻ്റർവെല്ലിൽ ഉൾപ്പെട്ടിട്ടില്ല, എക്സ്ക്ലൂഡഡ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ എൻ പോയിൻറ്റ്സ് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു എന്ത്? ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓപ്പൺ ഇൻ്റർവെൽ അല്ലാതെ നിങ്ങളിനി കേട്ടേക്കുന്ന ഏത് ഇൻ്റർവെല്ലാണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോൾ എന്തായിരിക്കും ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 എലമെൻസിനെ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് എടുക്കുക. വേറെ ലെസ് ദാൻ ബി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വ്യത്യാസം?
ഇവിടെയും set of all y belongs to R such that a less than or equal to y less than or equal to b ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്താ പ്രത്യേകത? എയ്ക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും പിന്നെ ആരും കൂടിയുണ്ട്, എയും ബിയും കൂടി ഉൾപ്പെടുന്ന ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു 2 തൊട്ടിട്ട് 5 വരെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുക്കാൻ പോവാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? റിയൽ ലൈനിൽ 0 1 2 3 4 5 6 ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്, അങ്ങനെ റിയൽ ലൈൻ വരച്ചാൽ ഞാൻ എഴുതിയേക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 to 5. ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ഓപ്പൺ ഇൻ്റർവെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്ലോസ്ഡ് ഇൻ്റർവെൽ വരുമ്പോൾ അതിൻ്റെ എൻ പോയിൻറ്റ്സും അതിൽ ആ ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇവിടുത്തെ എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 2ഉം 5ഉം ആണ്. അതെവിടെയുണ്ട്? ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 2 എന്ന് പറയുന്ന പോയിന്റിലും 5 എന്ന് പറയുന്ന പോയിന്റിലും ഡാർക്കൻ ചെയ്ത സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡാർക്കൻ ചെയ്ത സർക്കിളിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആ പോയിന്റ് ആ ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ബ്ലാങ്ക് ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ എന്ന് വെച്ചാൽ ആ പോയിന്റ് ആ ഇൻ്റർവെല്ലിൽ എക്സ്ക്ലൂഡഡ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എൻ പോയിൻറ്റ്സ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും, ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എൻ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 to 4 ഇങ്ങനെ എഴുതിയാലോ? ഇതിൻ്റെ മീനിങ് എന്താ? ഓപ്പൺ ഇൻ്റർവെൽ ഫ്രം 2 to 4 വേർ 2ൻ്റെ അവിടെ എന്താ? ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് എക്സ്ക്ലൂഡഡ് ആണ് ആൻഡ് 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 0 1 2 3 4 -1 എന്ന് എഴുതിയാൽ നമ്മളിവിടെ എങ്ങനെ ഇൻ്റർവെൽ വരയ്ക്കും? 2 മുതൽ 4 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അതിൽ 2 എന്ന് പറയുന്ന പോയിൻ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സർക്കിൾ വരയ്ക്കുക. ആൻഡ് 4 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡാർക്കൻ ചെയ്ത് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാലോ? ഇതെന്ന് വെച്ചാൽ ഓപ്പൺ ഇൻ്റർവെൽ ഫ്രം 2 to 4 വേർ 2 is included and 4 excluded. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 0 1 2 3 4 -1 -2 2 മുതൽ 4 വരെയുള്ള റിയൽ നമ്പേഴ്സ് ഉൾപ്പെടുന്ന സെറ്റ് 2 ഇൻക്ലൂഡഡ് ആണ് ആൻഡ് 4 എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആണ്. ഈ പറഞ്ഞ എല്ലാ ഇൻ്റർവെൽസും റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് കുറച്ച് ഇൻ്റർവെൽസ് ഞാൻ തന്നാൽ അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് തന്നെ 2 to 4 എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിനെ എനിക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് എവിടെ നിന്ന് എടുത്തതാണ്? റിയൽ നമ്പേഴ്സിൽ നിന്ന് എടുത്തതാണ്. സച്ച് ദാറ്റ് ഈ എക്സിൻ്റെ പ്രത്യേകത എന്താ? എക്സ് എന്ന് പറയുന്നത് 2നും 4നും ഇടയ്ക്ക് വരുന്നു. അതിൽ 4 എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടില്ല, എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെ ഈക്വൽ ടു ഇല്ല. 2 എന്ന് പറയുന്ന പോയിൻ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ അവിടെ ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. ഓക്കെ, ഇതാണ് ഈ ഇൻ്റർവെല്ലിനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. ഇനി തിരിച്ചോ, ഞാനൊരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു റെപ്രസെൻറ്റേഷൻ തരാം. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതിന് നമുക്ക് ഇൻ്റർവെൽ ഫോമിലാക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? -2 മുതൽ 2 വരെയുള്ള റിയൽ നമ്പേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതിൽ 2 പോയിൻറ്റ്സും 2 എൻ പോയിൻറ്റ്സും എങ്ങനെയാണ്? ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്ത് ബ്രാക്കറ്റ് ആയിരിക്കും? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെറ്റിനെ, ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയേക്കുന്ന ഈ സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 2 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ
ഇന്നത്തെ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.